ദൈവികമായ ഏത് പ്രവൃത്തികൾക്ക് മുമ്പായും ദൈവം തൻ്റെ വചനത്തെ വെളിപ്പെടുത്തും. വചനത്തെ കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ പ്രവാചകനായ മോശയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെട്ടു വന്നു. ജാതീയ പ്രവാചകനായിരിക്കുന്ന ബിലെയാം യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദാവീദ് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശിമ്യോൻ എന്ന് പറഞ്ഞ പ്രവാചകന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ രക്ഷകനെ കാണാതെ നീ മരിക്കുകയില്ല. ഇതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വചന വെളിപ്പാടുകളാണ്. വചനം കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ വചനത്തെ അയച്ചു കഴിഞ്ഞാൽ ദൈവിക വിടുതലും ഉടൻ തന്നെ ഉണ്ടാവും. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ തന്നെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദൈവശബ്ദത്തിന് ശൂന്യതയിൽ നിന്നും സൃഷ്ടിപ്പുകൾ നടത്തുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ വചനം കേട്ട നിങ്ങൾ തന്നെ ആ വചനത്തിൻ്റെ നിവൃത്തീകരണവും കാണും. ഇസ്രായേൽ രാജാവ് തൻ്റെ വാളുമായി പ്രവാചകനായ എലീശയെ കൊല്ലുവാൻ വേണ്ടി വരുന്ന സമയത്ത് എലീശ നടത്തുന്നൊരു പ്രവചനമാണ് 2 രാജാക്കന്മാർ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് എലീശ ദൈവാത്മാവിനാൽ വിളിച്ചു പറഞ്ഞത്: നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിക്കൽ ശേക്കലിന് 2 സേയ ഗോതമ്പാവും ശേക്കലിന് 2 സേയ യവവും വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എലീശ തൻ്റെ പ്രവചനം ആരംഭിക്കുന്നത്. നാളെ ഈ നേരത്ത് എന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പട്ടണത്തിൻ്റെ ക്ഷാമം മാറി ഒരു വലിയ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് എലീശ പ്രവചിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു വാഗ്ദത്തം നൽകിയെങ്കിൽ അതിൻ്റെ നിവൃത്തീകരണം സംഭവിക്കുന്നത് ഏറെ നാൾക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത തലമുറയിലൊക്കെ ആയിരുന്നു. ഉദാഹരണത്തിന്, അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുഗമിക്കുവാൻ ആരംഭിച്ചു. 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്ഹാക്ക് ജന്മമെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആ നന്മ അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേല്യരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു: കാലം നീണ്ടുപോകും, ദർശനമൊക്കെ ഒക്കാതെ പോകും എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എലീശ ശമരിയ പട്ടണത്തിൽ നടത്തുന്ന പ്രവചനത്തെ ശ്രദ്ധിക്കുക. 24 മണിക്കൂറിനുള്ളിൽ പട്ടണത്തിൻ്റെ ക്ഷാമം മാറി ഒരു വലിയ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. അതായത് വചനം കേട്ട തലമുറ തന്നെ ദൈവിക വിടുതലും കാണുവാൻ പോകുന്നു. 2 രാജാക്കന്മാർ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടുവന്നത്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതിരുന്ന, അല്ലെങ്കിൽ എലീശയുടെ വായിൽ നിന്നും പുറപ്പെട്ട വചനം വിശ്വസിക്കാതിരുന്ന അകമ്പടി നായകൻ്റെ മേൽ വന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് മാത്രമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടുവന്നത്. എന്നാൽ അതിനേക്കാൾ ശക്തമായൊരു സന്ദേശമാണ് ഈ തലമുറയിലെ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നത്. 2002 എനിക്കുണ്ടായ സ്വപ്നം, ഒരു ഗ്രന്ഥം എഴുതുവാനുള്ള ദൈവനിയോഗം, വചന വെളിപ്പാടുകൾ, അനുഭവങ്ങൾ, ഇതെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതികഠിനമായ ക്ഷാമത്തിൽ കിടക്കുന്ന ശമരിയ പട്ടണത്തിൽ ഒരു ദൈവിക സമൃദ്ധി അയക്കും മുമ്പ് ദൈവം തൻ്റെ വചനം അയച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, അന്ത്യകാല ആത്മപകർച്ചയ്ക്ക് മുൻപായി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനം അയക്കുകയാണ്. ഏത് ദൈവിക പദ്ധതികൾക്ക് മുമ്പേയും ദൈവം തൻ്റെ വചനം അയക്കും. വചനത്തെ കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ വചനം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ദൈവിക വിടുതലും വെളിപ്പെട്ടു വരും. ലോകമെങ്ങും പടർന്നു പിടിക്കേണ്ട സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയുടെ തുടക്കം മർക്കോസിൻ്റെ മാളിക മുറിയിലായിരുന്നു. ശക്തമായ സാമ്രാജ്യങ്ങളിൽ ശക്തമായ റോമൻ സാമ്രാജ്യവും മതങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്ന ജൂതമതത്തിൻ്റെയും നടുവിലായിരുന്നു ദൈവസഭ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ കൃഷിയായിരിക്കുന്ന ദൈവസഭയെ ഇടുക്കത്തിലാക്കുവാൻ, അതിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കുവാൻ, ഞെരുക്കി കളയുവാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് പല തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ 17-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഉണർവിൻ്റെ ചാറ്റൽ മഴകളെ അയച്ച് ദൈവജനത്തെ ആത്മീയമായി ശക്തീകരിച്ച ദൈവം, ഞാൻ വിശ്വസിക്കുന്നു, ഒരു പിന്മഴയുടെ കാലം ദൈവസഭയ്ക്കുണ്ട്.
നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിന് ജയിക്കത്തില്ല. ശമരിയ പട്ടണത്തെ വളഞ്ഞിരുന്ന അരാമ്യ സൈന്യത്തെ ചിതറിച്ച് പട്ടണത്തിന് സമൃദ്ധി ഒരുക്കിയ ദൈവസഭകളുടെ ഇന്നത്തെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. ആഗോള വ്യാപകമായുള്ള ഒരാത്മപകർച്ചയ്ക്കായുള്ള സകല ഒരുക്കങ്ങളും ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ ആത്മീയ മുന്നേറ്റത്തിനെതിരായി പാളയം അടിച്ചിരിക്കുന്ന സാത്താന്യ ശക്തികളെ കർത്താവ് തകർക്കും. പരിശുദ്ധാത്മാവാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രസ്ഥാനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒതുക്കാത്ത അനേകായിരങ്ങളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവ് ഇതിനായി കരങ്ങളെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതുവീഞ്ഞിൻ്റെ അനുഭവം ഈ തലമുറയിലെ ദൈവസഭകൾക്കുണ്ടാവും. ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവ് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ സാത്താന്യ കോട്ടകളിൽ വിള്ളൽ വീണു കഴിഞ്ഞു. അത് തകർന്നു വീഴും. ദൈവാത്മാശക്തിയാൽ പട്ടണങ്ങളും രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ പ്രവചനത്തെ കേട്ട ശമരിയ ജനം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ വചനത്തിൻ്റെ നിവൃത്തീകരണം അനുഭവിച്ചറിഞ്ഞതുപോലെ അന്ത്യകാല ആത്മീയ ഉണർവിൻ്റെ വചനവെളിപ്പാടുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഈ തലമുറയിൽ തന്നെ ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടും. ആത്മീയ ഉണർവിൽ പങ്കാളികളായിത്തീരുവാൻ ദൈവാത്മാവിനെ പൂർണ്ണമായും നമ്മൾ ഓരോരുത്തരും അനുസരിക്കേണ്ടിയിരിക്കുന്നു. ദൈവശബ്ദത്തെ നാം തിരിച്ചറിയുക. പിന്മഴയ്ക്ക് ശേഷം ഉടൻ തന്നെ ബലശേഖരണവും സംഭവിക്കും. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, എൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. ദൈവാത്മാവിനാൽ അരുളി ചെയ്ത ആ വചനം നിറവേറാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ട്, കാഹളം ധ്വനിക്കും, മരിച്ചുപോയ സകല വിശുദ്ധന്മാരും പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കുവാനായിത്തീരും. ബൈബിൾ പ്രവചനങ്ങളും ലോക സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ ആത്മീയ നവോത്ഥാനത്തിനായി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ദൈവം എനിക്ക് തന്ന വചനങ്ങൾ, അനുഭവങ്ങൾ എല്ലാം നിങ്ങളുമായി പങ്കിടുവാൻ തുടർന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ തുടർന്ന് ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കുക. ഒരാത്മീക നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ.